Hello everyone, welcome back to Literature Hurdles. Let's learn together. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വില്യം ഏണസ്റ്റ് ഹെയ്ൻലിയുടെ ഇൻവിക്ടസ് എന്ന ഷോർട്ട് പോമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഓഥറിൽ നിന്ന് തന്നെ തുടങ്ങാം. ആൻഡ് ദിസ് ഇസ് എ പിക്ചർ ഓഫ് ദ ഓഥർ വില്യം ഏണസ്റ്റ് ഹെയ്ൻലി. സോ ലെറ്റ്സ് ഡിസ്കസ് മോർ അബൌട്ട് വില്യം ഏണസ്റ്റ് ഹെയ്ൻലി. William Ernest Henley was a late Victorian poet. He was a British poet, writer, critic, and an editor. Though he wrote several books of poetry, Henley is remembered most often for his 1875 poems Invictus. W.E. Henley wrote Invictus while in hospital undergoing treatment for tuberculosis of the bones. വിക്ടോറിയൻ കാലഘട്ടത്തിൻ്റെ അവസാന പാദത്തിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പോയറ്റായിരുന്നു W.E. ഹെയ്ൻലി. കവിയും നിരൂപകനും എഡിറ്ററും ഒക്കെയായിരുന്ന ഹെയ്ൻലി ഒരുപാട് ബുക്സ് എഴുതിയിട്ടുണ്ടെങ്കിലും 1875 പോമായ ഇൻവിക്ടസിൻ്റെ പേരിലാണ് കൂടുതൽ അറിയപ്പെട്ടത്. അദ്ദേഹം ഈ പോം എഴുതുമ്പോൾ ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗബാധിതനായി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. സ്പെസിഫിക്കലി ദോസ് ഇൻ ഹിസ് ലെഫ്റ്റ് ലെഗ് വിച്ച് ഹാഡ് ടു ബി ആംപ്യൂട്ടേറ്റഡ് ഫ്രം ദ നീ ഡൗൺ. ഹി വാസ് സ്റ്റിൽ only a young man at this time. According to Henley, poetry should depict and interpret the life of common man in a diction that common man uses. His poems can be said to have heralded modern poetry. അസ്ഥികളെ ബാധിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തെ ആ രോഗാവസ്ഥ കൊണ്ടെത്തിച്ചത്. അതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ലെഗ് മുട്ടിന് താഴെ മുറിച്ചു മാറ്റപ്പെടേണ്ടി വന്നു. ഈ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം വളരെ ചെറുപ്പമായിരുന്നു. ഹെൻലിയെ സംബന്ധിച്ചിടത്തോളം പോയട്രി എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ജീവിതത്തെ സാധാരണക്കാരൻ യൂസ് ചെയ്യുന്ന ഭാഷയിൽ തന്നെ അവതരിപ്പിക്കേണ്ട ഒന്ന് എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകൾ പരിശോധിച്ചാൽ മോഡേൺ പോയട്രിയുടെ സാദൃശ്യം തോന്നുന്നവയാണ്. മോഡേൺ പോയട്രിയുടെ ആദിമ രൂപങ്ങളായി നമുക്കവയെ കൺസിഡർ ചെയ്യാം. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വർക്കുകൾ ഇവയൊക്കെയാണ്: എ ബുക്ക് ഓഫ് വേഴ്സസ് വിച്ച് വാസ് റിട്ടൺ ഇൻ 1888, ലണ്ടൻ വോളണ്ടറീസ് റിട്ടൺ ഇൻ 1892, ഹോത്തോൺ ആൻഡ് ലാവൻഡർ റിട്ടൺ ഇൻ 1901. ഇനി നമുക്കൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇൻവിക്ടസ് ഇസ് വൺ ഓഫ് ഹെയ്ൻലീസ് ഹോസ്പിറ്റൽ പോംസ്. The Latin word invictus means unconquered. This poem depicts the poet's attempt to motivate himself when there was no hope at all. It was written while the poet was in the isolation ward of a hospital because of tuberculosis. When the poet writes this poem, he has already lost one of his legs. ഹെൻലിയുടെ ഹോസ്പിറ്റൽ പോംസിൽപ്പെട്ട ഒന്നാണ് ഇൻവിക്ടസ് എന്ന നമുക്ക് പഠിക്കാനുള്ള ഈ പോം. ക്ഷയരോഗബാധിതനായി ഹോസ്പിറ്റലിലെ ഐസൊലേഷൻ വാർഡിൽ കഴിയുമ്പോഴാണ് അദ്ദേഹം ഈ ചെറിയ പോം എഴുതുന്നത്. കീഴടക്കാനാവാത്തത് എന്നാണ് ഇൻവിക്ടസ് എന്ന ലാറ്റിൻ ടേമിൻ്റെ മീനിങ്. ദുരാനുഭവങ്ങളുമായുള്ള മുഖാമുഖ വേളയിൽ ഒരുവൻ കാണിക്കുന്ന ആർക്കും തകർക്കാനാവാത്ത ധൈര്യവും ഇച്ഛാശക്തിയുമൊക്കെയാണ് നമ്മുടെ പോമത്തിൻ്റെ പ്രധാന തീം. ഈ പോം എഴുതുമ്പോൾ ഓൾറെഡി അദ്ദേഹത്തിൻ്റെ ഒരു കാല് മുറിച്ചു നീക്കപ്പെട്ടിരുന്നു. ഇനി നമുക്ക് പോം എന്താണെന്ന് നോക്കാം. ആദ്യത്തെ 4 ലൈൻസ് ജസ്റ്റ് നോക്കി വരാം. ഔട്ട് ഓഫ് ദ നൈറ്റ് ദറ്റ് കവേഴ്സ് മീ, ബ്ലാക്ക് ആസ് എ പിറ്റ് ഫ്രം പോൾ ടു പോൾ, ഐ താങ്ക് വാട്ട് എവർ ഗോഡ്സ് മേ ബി ഫോർ മൈ അൺകൺക്വയറബിൾ സോൾ. In the very beginning of the poem, the poet says that he wants to thank God. In fact, he admits that his life has no hope. Rather, his future seems to be as dark as a pit. But then also, he is so grateful to God for his unconquerable soul. He says that no pain can be able to curb his soul. പോം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ദൈവങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ടാണ്. തനിക്ക് ചുറ്റും ഇപ്പോൾ ഇരുട്ട് നിറഞ്ഞിരിക്കുന്നു. പ്രതീക്ഷയുടെ ഒരു കണിക പോലും ഇപ്പോൾ തൻ്റെ ജീവിതത്തിലില്ല എന്ന് അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. തൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇന്നൊരു അന്ധകാരം നിറഞ്ഞതാണെങ്കിൽ പോലും കീഴടക്കാനാവാത്ത തൻ്റെ ഈ ഇച്ഛാശക്തി തന്നനുഗ്രഹിച്ച ദൈവങ്ങളോട് താൻ നന്ദി പറയുന്നു. ഇന്ന് ഒരു വേദനയ്ക്കും തൻ്റെ ആത്മാവിനെ കീഴടക്കാനാവില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഫസ്റ്റ് സ്റ്റാൻസ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റാൻസയിലേക്ക് പോവാം. ഇൻ ദ ഫെൽ ക്ലച്ച് ഓഫ് സർക്കംസ്റ്റാൻസസ് ഐ ഹാവ് നോട്ട് വിൻസ്ഡ് nor cried aloud. Under the bludgeonings of chance, my head is bloody but unbowed. He claims that whenever he fell into some difficulty, he always remained unbeatable. However, situations have tried to destroy him, he always fights back with courage. In fact, he agrees that sometimes difficulties have made him bleed and suffer, but he never let himself to bow before them and cry out of fear. ഹെൻലി ഇവിടെ അവകാശപ്പെടുകയാണ് ലൈഫിൽ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് സംഭവിച്ചാലും താൻ എപ്പോഴും അചഞ്ചലനായി തന്നെ നിൽക്കുമെന്ന്. ഹവവർ പല സിറ്റുവേഷനും അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിക്കുമായിരിക്കും. എന്നിരുന്നാലും
താൻ അവയൊക്കെ ധീരതയോടെ നേരിട്ട് തിരികെ അവയ്ക്കെതിരെ പോരാടുമെന്ന് അദ്ദേഹം കോൺഫിഡൻ്റ് ആയിട്ട് പറയുകയാണ് ഈ പോയതിൽ. എന്തൊക്കെയാണെങ്കിലും പല വിഷമഘട്ടങ്ങളിലും താൻ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടെന്നും തൻ്റെ രക്തം പോലും ചിന്തുന്ന തരത്തിൽ കഷ്ടപ്പെടുന്നുണ്ട് എന്നും ഒക്കെ അദ്ദേഹം ശരിവെക്കുന്നുണ്ട്. പക്ഷേ ഒന്നിൻ്റെ മുന്നിലും തല കുനിക്കില്ല എന്നും പേടിയോടെ നിലവിളിച്ച് കരയില്ല എന്നും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഈ സ്റ്റാൻസിൽ ഡിസ്കസ് ചെയ്യുന്ന മെയിൻ 3 പോയിന്റ്സ് ഇവയൊക്കെയാണ്. The poet is in the cruel grip of adverse circumstances. A horrible fate has dealt a mortal blow on his head. His head bleeds but unbowed. ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസ് നോക്കാം. Beyond this place of wrath and tears looms but the horrors of shade, and yet the menace of years finds and shall find me unafraid. ഈ സ്റ്റാൻസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കി വരാം. The speaker looks into the future, taking into account all the anger and pain associated with the life on earth, and particularly in places such as hospitals. The horrors of shade could be some hellish place of dark without hope. The speaker has been unafraid throughout the ordeal, which has lasted years and will continue to show a brave face. The message is underlined. The speaker has a clear intention to survive against all the odds. ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന വേദനകളും ദേഷ്യവും, പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ പോലുള്ള സ്ഥലങ്ങൾ കഴിയുമ്പോഴുണ്ടാവുന്ന വികാരങ്ങൾ എല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ പോയിറ്റ് ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണ്. ഈ ഭൂമി വ്യാകുലതകളുടെയും രോഗാഗ്നികളുടെയും ഇടമാണെന്ന സത്യം അയാൾ മനസ്സിലാക്കുന്നു. ഇക്കാലം അത്രയും സ്പീക്കർ പേടിയില്ലാത്തവനായി കഴിഞ്ഞിരുന്നു. ഈ അവസ്ഥ വർഷങ്ങളോളം തുടർന്നതാണ്. ഇനിയും തൻ്റെ വിധിക്ക് മുമ്പിൽ ധീരമായ തൻ്റെ മുഖം കാട്ടി തന്നെ താൻ ഇവിടെ ഉണ്ടാവുമെന്നാണ് പോയിറ്റ് പറയുന്നത്. ഏത് പ്രതിസന്ധി നേരിടേണ്ടി വന്നാലും ധീരമായി തന്നെ അവയെ ഫേസ് ചെയ്യാനുള്ള ഒരു ക്ലിയർ ഇൻറ്റൻഷനോട് കൂടിയാണ് സ്പീക്കർ അല്ലെങ്കിൽ പോയറ്റ് നിൽക്കുന്നത് എന്ന് നമുക്കിവിടെ മനസ്സിലാവും. ഇനി നമുക്ക് അവസാനത്തെ സ്റ്റാൻസിലേക്ക് പോവാം. It matters not how straight the gate, how charged with the punishments the scroll. I am the master of my fate. I am the captain of my soul. ഈ പോയത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും വളരെ ഇൻസ്പയറിങ്ങുമായിട്ടുള്ള 2 വരികളാണ് ലാസ്റ്റത്തെ ആ കപ്ലറ്റ്. അപ്പോൾ ഈ സ്റ്റാൻസയിൽ എന്താണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. The last line of the poem contains an allusion to the Christian Bible, New Testament, where Jesus says, "Straight is the gate and narrow is the way, which leadeth unto life, and few there be that find it." The words of Jesus as given in the Gospel according to Matthew now comes to his mind, giving him strength and fortitude. Enter through the narrow gate, for wide is the gate and broad is the road that leads to destruction, and many enter through it. But small is the gate and narrow the road that leads to life, and only a few find it. ഇവിടെ എ ഫ്യൂ എന്ന് മാറ്റി എഴുതുക. അവിടെ ടൈപ്പ് ചെയ്തപ്പോൾ ഫ്യൂ എന്ന് മാത്രമായി പോയി, നെഗറ്റീവ് മീനിങ് ആണ്. ഒൺലി എ ഫ്യൂ ഫൈൻഡ് ഇറ്റ് എന്ന് കറക്റ്റ് ചെയ്യുക. സ്റ്റാൻസയുടെ ഫസ്റ്റ് ലൈൻ ഒരു ബിബ്ലിക്കൽ റെഫറൻസിൻ്റെ സൂചനയാണ് നമ്മൾ റീഡേഴ്സിന് നൽകുന്നത്. മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 7 പറയുന്നു, "ഇടുങ്ങിയ വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിക്കുവിൻ. നാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാണ്. അനേകർ ആ വാതിലിലൂടെ പ്രവേശിക്കുന്നു. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുക്കവും വഴിഞ്ഞെരുക്കവുമുള്ളതാണ്. വളരെ ചുരുക്കം ചിലരെ ആ വഴി കണ്ടെത്തുകയുള്ളൂ." മത്തായിക്ക് ക്രിസ്തു നൽകിയ ഉപദേശം നമ്മുടെ പോയിറ്റിൻ്റെ മൈൻഡിലേക്ക് വന്നതിനാലാവാം ഫസ്റ്റ് ലൈൻ ഓഫ് ദ സ്റ്റാൻസയിൽ "ഇറ്റ് മാറ്റേഴ്സ് ഹൗ സ്ട്രെയിറ്റ് ദ ഗേറ്റ്" എന്ന വരി അദ്ദേഹം എഴുതിയത്. ഈ വരികൾ എഴുതുന്നതിലൂടെ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസവും ധൈര്യവും വർദ്ധിക്കുന്നു എന്നുള്ളതിനാലാവാം. The poem focuses on the unconquerable willpower and the calm courage with which the poet overcome adversity. As a poem that engages with themes of inner strength and perseverance, it is famous for the concluding couplet, "I am the master of my fate, I am the captain of my soul." Nelson Mandela used to recite it to his fellow prisoners while he was incarcerated on Robben Island. ജീവിതത്തിലുണ്ടാവുന്ന പ്രതികൂല സാഹചര്യങ്ങളെ ശാന്തമായ ധീരതയോടും തോൽപ്പിക്കാനാവാത്ത വിൽപവറോടെയും നേരിടുക എന്ന തീമാണ് നമ്മുടെ ഈ പോം ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഈ പോയത്തിൻ്റെ കൺക്ലൂഡിംഗ് ലൈൻസ് ആയ "ഐ ആം ദ മാസ്റ്റർ ഓഫ് മൈ ഫേറ്റ്, ഐ ആം ദ ക്യാപ്റ്റൻ ഓഫ് മൈ സോൾ" ഈ വരികൾ വളരെ പ്രശസ്തി ആർജിച്ചവയാണ്. എൻ്റെ വിധിയുടെ യജമാനൻ ഞാൻ തന്നെയാണ്, എൻ്റെ ആത്മാവിൻ്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ കൺട്രോളറും ഞാൻ തന്നെയാണ് എന്നാണ് ഈ ലൈൻസ് പറയുന്നത്. ഇതിലൂടെ പോയിറ്റ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്: പുറത്തുള്ള മറ്റാരുമല്ല നമ്മളെ നയിക്കേണ്ടത്, അത് നമ്മൾ തന്നെയാണ് എന്നാണ്. ഒരിക്കൽ റോബൻ ഐലൻഡിലെ തടവറയിൽ അകപ്പെട്ടിരുന്ന ടൈമിൽ നെൽസൺ മണ്ടേല തൻ്റെ ഒപ്പമുള്ള തടവുകാരോട് ഈ വരികൾ ചൊല്ലി അവർക്ക് ആത്മവിശ്വാസമേകുമായിരുന്നു അത്രേ. ഇനി നമുക്ക് ഈ പോയത്തിൽ യൂസ് ചെയ്തിരുന്ന കുറച്ച് ഇമേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം.
The poem is rich in symbolism and suggestive imageries that convey the poet's tragic and pathetic light. His life is a long dark night that covers him all over both physically and mentally like a benighted pit. He is in the cruel grip of adverse circumstances. A horrible fate has dealt a mortal blow on his head. His head bleeds but is unbowed. The horrific shadow of death looms before him from this earth of wrath and tears. In spite of all, he remains fearless. His spirit is invincible. നമ്മുടെ പോയറ്റിൻ്റെ ട്രാജിക് ആൻഡ് പത്തറ്റിക് കണ്ടീഷൻ അവതരിപ്പിക്കുന്ന ഈ പോയത്തിൽ കുറേ ഇമേജറീസും സിംബലിസവും ഒക്കെ കാണുന്നുണ്ട്. സോ മെയിൻ ഇമേജസിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെ ഒരു കറുത്ത് നീണ്ട രാത്രി പോലെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നീണ്ട ഒരു ഗുഹ പോലെയും. ആ ഇരുട്ട് തന്നെ ശാരീരികമായും മാനസികമായും വന്ന് അലട്ടുകയും ബുദ്ധിമുട്ടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളുടെ ബലിഷ്ഠമായ കരങ്ങളുടെ പിടിയിലാണ് താൻ എന്നും കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ ബലിഷ്ഠമായ കരങ്ങൾ മറ്റൊരു ഇമേജറിയാണ്. തൻ്റെ തലയ്ക്ക് ക്ഷതമേൽപ്പിക്കുന്ന ഒരു ഹോറിബിൾ ഫെയ്റ്റിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ തലയ്ക്കുണ്ടാവുന്ന ക്ഷതം അതൊക്കെ ഒരു ഇമേജറിയാണ്. അതുപോലെ ആ ക്ഷതത്തിൽ നിന്നും ഒഴുകുന്ന രക്തം ഇവയൊക്കെ ഇമേജറീസാണ്. എന്നാൽ ഇവയുടെ ഒന്നിൻ്റെ മുമ്പിൽ പതറാതെ കോൺഫിഡൻ്റായി തല കുനിക്കാതെ ധീരതയോടെയാണ് താൻ എന്ന് നിൽക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മരണത്തിൻ്റെ പേടിപ്പെടുത്തുന്ന നിഴലിനെക്കുറിച്ച്, ആ നിഴൽ ഇവിടെ ഒരു ഇമേജാണ്, അദ്ദേഹം പറയുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും താൻ ഫിയർലെസ് ആയി തന്നെ തോൽപ്പിക്കാനാവാത്ത സ്പിരിറ്റിനുടമയായി റിമെയിൻ ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു. സോ ഇതൊക്കെയാണ് മെയിൻ ഇമേജസ് നമ്മുടെ ഈ പോയത്തിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പതിവ് പോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്.